ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ റേസ് ടു 8 തീറ്റ മൈനസ് കോസ് റേസ് ടു 8 തീറ്റ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം LHS സൈൻ റേസ് ടു 8 തീറ്റ മൈനസ് കോസ് റേസ് ടു 8 തീറ്റ ആണ് ഉള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? സൈൻ റേസ് ടു അതായത് സൈൻ റേസ് ടു 4 തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ 4 × 2 എത്രയാണ്? 8. അപ്പോൾ 8നെ നമ്മൾ മാറ്റിയിട്ട് സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് കോസ് റേസ് ടു 4 തീറ്റ ഹോൾ സ്ക്വയർ ഇങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ ഏത് ഫോമിലാണുള്ളത്? അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി മാറ്റി എഴുതണം. ഇത് എ സ്ക്വയർ എ എന്ന് പറയുന്നത് അവിടെ സൈൻ റേസ് ടു 4 തീറ്റയാണ്. ബി എന്ന് പറയുന്നത് കോസ് റേസ് ടു 4 തീറ്റയാണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. എ സ്ക്വയർ എ എന്നുള്ള പ്ലേസിൽ സൈൻ റേസ് ടു 4 തീറ്റ, ബി എന്നുള്ള പ്ലേസിൽ കോസ് റേസ് ടു 4 തീറ്റ. അപ്പോൾ അതിന് നമുക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും? സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് കോസ് റേസ് ടു 4 തീറ്റ. അതായത് ഇവിടെ എ എന്നുള്ള പ്ലേസിൽ സൈൻ റേസ് ടു 4 എ പ്ലസ് ബി എ മൈനസ് ബി. ഇനി ഇതിനെ നമുക്ക് ഒന്നും ചെയ്യേണ്ട. ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ ഇനിയും നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. അതായത് ഇവിടെ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് പിന്നെ എന്തായി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റയാണ്, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതിനെ ഇനിയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം ഇത് സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇൻറ്റു ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എ മൈനസ് ബി സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് 1 ആയി പോയി. ഇത് നമുക്ക് അങ്ങനെ ഉണ്ടാവും, സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അത് പ്രൂവ് ചെയ്യേണ്ടതിലുണ്ട്. അപ്പോൾ അതിനെ ഇനി ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണുള്ളത്? ഇനി ഇതിനെ മാറ്റണം. ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് വരണം? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. ഇത് 1 ആയി പോയി. ഇവിടെ ബാക്കി സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇനി ഇതിനെയാണ് മാറ്റേണ്ടത്. ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് 2ab മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. നമുക്കിവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വേണ്ടത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണമെങ്കിൽ അത് അവിടെ തന്നെ വെക്കുക. ഈ 2ab ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് വരും. അതേപോലെ ഇവിടെ ഇപ്പം എയുടെ പ്ലേസിൽ സൈൻ സ്ക്വയർ തീറ്റയാണുള്ളത്, ബിയുടെ പ്ലേസിൽ കോസ് സ്ക്വയർ തീറ്റയാണുള്ളത്. എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഉള്ളത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab ആ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ എ സൈൻ സ്ക്വയർ തീറ്റയാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി
കോസ് സ്ക്വയർ ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ അതിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് 2a എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. അപ്പം ഇതിനെ മാറ്റി എഴുതിയതാണ് ഇത്രയും. ഇനി ബാക്കി സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ അവിടെ തന്നെ ഉണ്ട്, അതങ്ങനെ തന്നെ വെച്ചു. ഇനിയിപ്പോൾ എന്തായി, ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റുന്നത് മാത്രം കറക്റ്റായിട്ട് അറിഞ്ഞാൽ മതി. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. അവിടെ എ എന്താണ് ബി എന്താണെന്നുള്ള വാല്യൂ നിങ്ങൾ കൊടുത്താൽ മതി. എ പ്ലസ് ബി, എ സൈൻ സ്ക്വയർ തീറ്റ ബി കോസ് സ്ക്വയർ തീറ്റ അതിൻ്റെ ഹോൾ സ്ക്വയർ മൈനസ് 2ab. എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ബി കോസ് സ്ക്വയർ തീറ്റ. ഇതിനൊന്നും ചെയ്യേണ്ട, അത് നമുക്ക് RHSൽ അത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഇനി എന്ത് എഴുതുക, ഇതിനെ നമ്മൾ മാറ്റി എഴുതും. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇത് 1 ആയി. 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ LHS നമുക്ക് ഈ സൈൻ റേസ് ടു 6 തീറ്റ എങ്ങനെ എഴുതാം, അതായത് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ക്യൂബ് പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ ക്യൂബ്, അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതിയതാണ്. സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ റേസ് ടു 6 തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ കോസ് റേസ് ടു 6 തീറ്റ പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ് ഉള്ളത്. അടുത്തത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എയുടെ പ്ലേസിൽ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയാണുള്ളത്, ബിയുടെ പ്ലേസിൽ കോസ് സ്ക്വയർ തീറ്റയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എ പ്ലസ് ബി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഇനി എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എ സ്ക്വയർ ആയി മൈനസ് എ ബി. എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. ഇനി എ സൈൻ സ്ക്വയർ തീറ്റ ബി കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എ ബി എഴുതി. ഇനി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബാക്കി ഇതിനെ മാത്രമേ നമ്മളിപ്പോൾ മാറ്റിയിട്ടുള്ളൂ. ബാക്കി 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അവിടെയുണ്ട്. ഇങ്ങനെ എഴുതി. അതായത് ഇവിടെ ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റി. ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റയാണ്, ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബാക്കി ഈ 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ വന്നു. ഇത് 1 ആയി. ഇനി നമുക്ക് എന്താണ് അവിടെ ഉള്ളത്, സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്നായി. ഇനി ഇവിടെ ഇതെന്ത് ചെയ്യുക, മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയും പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയും എന്തായി, 2 സൈൻ സ്ക്വയർ. അതായത് 3യിൽ നിന്ന് 1 മൈനസ് ചെയ്ത് രണ്ടിലും
സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആണുള്ളത്. 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആയി. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ +2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വന്നു. അതായത് ഇതിനെ രണ്ടിനും ഇതും ഇതും എന്ത് ചെയ്തു, 3ൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിപ്പോൾ ഏത് ഫോമിലാണുള്ളത്, അതായത് a² + 2ab + b² എന്നാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, a + b ഹോൾ സ്ക്വയർ. ഇവിടെ a എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റയാണ്, b എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് ഇത്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ +2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. ഇതിനെ ഇതെന്താണ്, ഇത് 1 ആണ്. അപ്പോൾ 1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ sin⁻⁶ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ a³ + b³ ഫോമിൽ കിട്ടുന്ന വിധത്തിൽ ആദ്യം അതിനെ മാറ്റുക. എന്നിട്ട് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ അത് a + b ഹോൾ സ്ക്വയർ ഫോമിലാണ് ഉണ്ടാവുക. അത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ sin⁻⁴θ + cos⁻⁴θ ഡിവൈഡ് ബൈ 1 - 2 sin² cos² = 1. ഇത് രണ്ട് രീതിയിലും ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ sin⁻⁴θ + cos⁴θ = 1 - 2 sin² cos² എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഈ രീതിയിലും ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ LHS, അതിൽ sin⁻⁴θ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, sin² ഹോൾ സ്ക്വയർ പ്ലസ് cos² ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 - 2 sin² cos². ഇവിടെ നമുക്കിതിപ്പോൾ a² + b² ഫോമിലാണ് ഉള്ളത്. a² + b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക, a + b ഹോൾ സ്ക്വയർ - 2ab. ഇവിടെ a എന്ന് പറയുന്നത് sin² ആണ്, b എന്ന് പറയുന്നത് cos² ആണ്. അപ്പോൾ a + b ഹോൾ സ്ക്വയർ - 2ab ഇതിനെ നമ്മൾ അതേപോലെ മാറ്റി എഴുതുന്നു. അപ്പോൾ a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin² + cos² അതിൻ്റെ ഹോൾ സ്ക്വയർ -2ab. a എന്ന് പറയുന്നത് sin²θ, b എന്ന് പറയുന്നത് cos²θ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ഇതോടെ കഴിഞ്ഞു. ഇവിടെ 1 - 2 sin²θ cos²θ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതാമേ. ഇവിടെ ഇപ്പം നമുക്ക് ഡിനോമിനേറ്ററിൽ 1 - 2 sin² cos² ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇവിടെ sin² + cos² എന്താണ്, 1 ഐഡന്റിറ്റി. അപ്പോൾ 1 - 2 sin² cos² ഡിവൈഡ് ബൈ 1 - 2 sin² cos². ഇത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 sec² - sec⁴θ - 2 cosec² + cosec⁴θ ഈക്വൽ ടു cot⁴θ - tan⁴θ ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ LHS നമ്മൾ LHS എടുത്തു. ഇവിടെ എന്ത് ചെയ്യുന്നു, 2 sec² എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 1 + tan² എന്ന് കൊടുക്കാം. sec² എന്ന് പറയുന്നത് നമുക്കറിയാം sec² - tan² = 1. ഇത് നമ്മുടെ ഐഡന്റിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ sec² എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 + tan² ആണ്. അതുപോലെ cosec² എന്ന് പറയുന്നത് എന്താണ്, cosec² - cot² = 1 ആണ്. cosec² എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 1 + cot² എന്ന് എഴുതാം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ sec² എന്നുള്ളത് എന്ത് ആയി കൊടുത്തു, 1 + tan² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി cosec² 1 + cot² എന്ന് കൊടുക്കുന്നു. ഈ sec⁴θ sec² ഹോൾ സ്ക്വയർ -2 ഇൻറ്റു ഈ cosec²
1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് ഈ കൊസിക് 4 തീറ്റനെ കൊസിക് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയറും ആയിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 പ്ലസ് 2 ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഈ സീക്ക് സ്ക്വയർ തീറ്റയെ നമ്മൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 കാരണം നമുക്ക് കോട്ടും ടാനും മാത്രമേ ആൻസറിലുള്ളൂ. അപ്പോൾ സീക്കിനെയും കൊസിക്കിനെയും എല്ലാം നമ്മൾ മാറ്റി കൊടുക്കും. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അത് ഹോൾ സ്ക്വയർ മൈനസ് ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. -2 ഹോൾ സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ കൊസിക് സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാം? 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി. സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, കൊസിക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് മാറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 2 പ്ലസ് 2 മൈനസ് 2 ക്യാൻസലായി. അപ്പോൾ ബാക്കി നമുക്ക് 2 ടാൻ സ്ക്വയർ തീറ്റ ഉണ്ടാവും. 2 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ഇതിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ ടാൻ റേസ് ടു 4 തീറ്റ. ഇവിടെ -2 ക്യാൻസലായി. -2 കോട്ട് സ്ക്വയർ തീറ്റ എന്നുണ്ട് പ്ലസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. 1 പ്ലസ് 2 കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് റേസ് ടു 4 തീറ്റ എന്ന് വന്നു. അതായത് എ സ്ക്വയർ പ്ലസ് 2ab. എ ബി എന്ന് പറയുന്നത് ഇവിടെ A1ഉം ബി കോട്ട് സ്ക്വയർ തീറ്റ 2ab പ്ലസ് ബി സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായത് കോട്ട് റേസ് ടു 4 തീറ്റ എന്നായി. ഇനി നമുക്ക് ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം. 2 ടാൻ സ്ക്വയർ തീറ്റ -1 -2 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ടാൻ റേസ് ടു 4 തീറ്റ. ഇവിടെ മൈനസ് ഉണ്ട് അതുകൊണ്ട് എല്ലാം മൈനസ് ആയി. -2 കോട്ട് സ്ക്വയർ തീറ്റ ഇവിടെ +1 ഉണ്ട്. +1 പ്ലസ് 2 കോട്ട് സ്ക്വയർ ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരും. അവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. 2 കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് റേസ് ടു 4 തീറ്റ എന്ന്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ -1 + 1 ക്യാൻസലായി. 2 ടാൻ സ്ക്വയർ തീറ്റ -2 ടാൻ സ്ക്വയർ തീറ്റ ക്യാൻസലായി. ഇവിടെ 2 കോട്ട് സ്ക്വയർ തീറ്റ അതായത് -2 കോട്ട് സ്ക്വയർ തീറ്റയും പ്ലസ് 2 കോട്ട് സ്ക്വയർ തീറ്റയും ക്യാൻസലായി. അപ്പോൾ ബാക്കി വരുന്നത് കോട്ട് റേസ് ടു 4 തീറ്റ മൈനസ് ടാൻ റേസ് ടു 4 തീറ്റ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഇതിൽ ഇത്രയും ഓർമ്മയ്ക്കുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കോട്ടിലും ടാനിലുമാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ അതിലുള്ള സീക്ക് സ്ക്വയർ തീറ്റയെയും കൊസിക് സ്ക്വയർ തീറ്റയെയും മാറ്റണം എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ അത് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് ക്യൂബ് തീറ്റ പ്ലസ് സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് എ ക്യൂബ് പ്ലസ് അതായത് ഇവിടെ ക്യൂബിലാണുള്ളത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ആ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതുക. അതുപോലെ ഇപ്പുറത്ത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമില എന്നുള്ളത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റയാണ്. ബി എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അതിനെ നമ്മൾ മാറ്റി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കോസ് ക്യൂബ് തീറ്റ പ്ലസ് സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു എ സ്ക്വയർ അവിടെ കോസ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അതായത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഇതിൻ്റെ ഡിനോമിനേറ്റർ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ്. ഇങ്ങനെ കാണുമ്പോൾ അത് ആദ്യം തന്നെ LCM എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. പ്ലസ് ഇനി ബാക്കിയുള്ളത് ഇതിനെ അതേപോലെ തന്നെ എ മൈനസ് ബി കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അതായത് അവിടെ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വന്നു അവിടെ ഡിവൈഡ് ബൈ
കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഇൻറ്റു അല്ല, അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അതുപോലെ ഇതിൽ ഇത് രണ്ടും ക്യാൻസലായി. ഇവിടെ ബാക്കി എന്താണുള്ളത്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് ഇവിടെ 1 നടുവിൽ പ്ലസ് ഉണ്ട്, ആ പ്ലസ് ആണ് ഇത്. ഇവിടെ കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി, അവിടെ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസലായി പോകും. പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റയും മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റയും ക്യാൻസലായി. 1 + 1 എന്ന് പറയുന്നത് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്